നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പല വിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാൻ ഒരു ആത്മപ്രചോദനം ഈശ്വരഹിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ കരാറ് ജോലികളൊക്കെ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. എന്നാൽ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗം മാത്രമായിരിക്കും ഏറ്റെടുക്കുവാനിടയുള്ളത്. എന്നാൽ വലിയ രീതിയിൽ പണച്ചെലവൊന്നുമില്ലാതെ സമയബന്ധിതമായിട്ട് പണം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ മുതൽ മുടക്കുകയും വേണം. ഇങ്ങനെയുള്ള പ്രവർത്തന മണ്ഡലങ്ങളായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അനുകൂലമായിട്ടുള്ള അവസരം ലഭിക്കാത്തത് വഴി പലപ്പോഴും മനസ്സിന് കുറച്ചൊരു സ്വസ്ഥത കുറയുവാനാണ് യോഗം കാണുന്നത്. പലപ്പോഴും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുമുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശ പര്യടനം അഥവാ വിദേശത്ത് ഉദ്യോഗത്തിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയതായിട്ടുള്ള യാത്രകളെല്ലാം തന്നെ മംഗളകരമാക്കി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് പലപ്പോഴും ഗൃഹത്തിൽ എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറയും. മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലിയുടെ മേൽനോട്ടം വഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അറിവുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. വിജയപ്രതീക്ഷകളോടുകൂടി പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനും ഉള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. നിലവിൽ ഉപരിപഠനത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു പാഠ്യപദ്ധതിക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. വൈജ്ഞാനികമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതിയും അംഗീകാരവും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. രൂപകൽപ്പന ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് പണം മുതൽ മുടക്കിയാൽ നഷ്ടം വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ആശയങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള യോഗം കാണുന്നുണ്ട്. അശ്രാന്ത പരിശ്രമത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അനുകൂലമായി തീരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ഒരുപക്ഷെ ഒക്ടോബർ നവംബർ എന്നീ മാസങ്ങളിൽ പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാൻ സാധ്യത കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ചും ബന്ധമിത്രാദികളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തും അവരിൽ നിന്നും വിരോധമായിട്ടുള്ള പലരും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും മുമ്പുണ്ടായിരുന്നെങ്കിലും അവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്കാണ് ഈ ഒരു മാസത്തിൽ സാധ്യത കാണുന്നത്. ഒരുപക്ഷെ അവരുടെ വ്യക്തി താല്പര്യമായിരിക്കാം, ഇതിന് മുൻഗണന കണക്കാക്കിയായിരിക്കാം ഇങ്ങനെ സമീപനം ഉണ്ടാകുന്നത്. എന്തായാലും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം എല്ലാവരോടും സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനും അവസരം വന്നു ചേരും. വിദേശത്തേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുവാനിടയുണ്ട്.
ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 3-4 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ ജോലിയുടെ ഒരു മേൽനോട്ടം വഹിക്കുവാനും ഏറെക്കുറെ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനും സാധിക്കും. ഇതാണ് പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധോദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും എന്നാൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളെല്ലാം ശരിയാക്കി തീർക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമാക്കി തീർക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ അതെല്ലാം ചുമതലകളെല്ലാം തന്നെ ചിലർക്കൊക്കെ തന്നെ മാതാപിതാക്കളെ ഏൽപ്പിക്കുക, മറ്റു ചിലർക്ക് ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളും ചർച്ചകളും ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു. ഇനി മുതൽ ചില കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ളതും ലാഭശതമാനം ഉള്ളതുമായിട്ടുള്ള തൊഴിൽ മേഖല മാത്രം നിലനിർത്തിക്കൊണ്ട് ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ ഒരു വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും ഒരു കൃത്യമായിട്ടുള്ളൊരു ഭരണ പദ്ധതി ആവിഷ്കരിക്കുവാനും സാധ്യതയുണ്ട്. കടബാധ്യതകൾ തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ അതിനൊരു അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നു. രൂപകൽപ്പന ചെയ്യുന്ന കർമ്മ പദ്ധതികൾക്ക് പണം മുതൽ മുടക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ പണം മുതൽ മുടക്കിയും ഭരണ സംവിധാനം ഏറ്റെടുത്തുകൊണ്ടും അവലംബിച്ചുകൊണ്ടും ഇങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ടൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഏതൊരു ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. എന്നാൽ മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ വേണ്ടി വരുവാനും ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനും സാധ്യതയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥ ഏതൊരു തടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യത കാണുന്നു. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി മുതൽ ആശ്രിതമായിട്ടുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പൂർവാർജിത സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ധാരണയാകും. മെയ് മാസം 1-ാം തീയതി മുതൽ അതിന് തുടക്കം കുറിച്ചിരുന്നു. 1 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി വാസ്തുശാസ്ത്രപ്രകാരം തന്നെ പ്ലാനുകൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി അതിന് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഉത്തേജന മരുന്നുകളെ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നതും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭക്തി ശ്രദ്ധ പുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ചില ഉദ്യോഗസ്ഥർക്കെല്ലാം അസ്വാരസ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുന്നതിനാൽ ഗുണകരമായി തീരുവാൻ തന്നെയാണ് ഭാവിയിലേക്ക് യോഗം കാണുന്നത്.
അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. മറന്നു കിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള അവസരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യത കാണുന്നു. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അതിനുള്ളൊരു തക്കവണ്ണം ആത്മാർത്ഥമായിട്ടും അഹോരാത്രം പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊടുക്കും. ഭാരതീയ ശാസ്ത്രശാഖകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതായുള്ള കർമ്മ പദ്ധതികൾക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്ന് ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ യോഗം കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.